ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരൽപ്പം തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള പണി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പണിക്കാർക്കുള്ള ഫുഡ് നമ്മൾ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. എനിക്കിന്ന് ലീവായിരുന്നു കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ ഹോട്ടൽ തൽക്കാലത്തേക്ക് അടച്ചിട്ട് അച്ഛനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ രാവിലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അച്ഛനാണ് ഇന്ന് നമ്മുടെ കുക്കിംഗ് മൊത്തം നമ്മൾ അച്ഛന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ ചെയ്തോ, ഞാൻ പറഞ്ഞു തരാമെന്ന്. പക്ഷേ അച്ഛൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അച്ഛൻ്റെ ആ രുചി കിട്ടാറില്ല. പക്ഷേ വീട്ടിൽ അച്ഛൻ ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. അച്ഛൻ്റെ 2 പേരക്കുട്ടികളും കൂടെ തന്നെ കട്ട സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ. അവർക്കാണ് അച്ഛനേക്കാളും ഇൻട്രസ്റ്റ് കേട്ടോ. അവർ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അച്ഛൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ബിരിയാണി വെക്കാൻ പഠിച്ചത് കേട്ടോ. അച്ഛൻ്റെ 7 അയലത്തൊന്നും വരില്ലെങ്കിലും തട്ടിക്കൂട്ടി ഞാൻ ഉണ്ടാക്കുന്നത് ഏട്ടനും മോനും ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണേ. എനിക്ക് ഏതെങ്കിലും ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടാൽ ഞാനതെങ്ങനെയെങ്കിലും എൻ്റേതായ രീതിയിൽ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. മോൻ പൊതുവേ ഹോട്ടൽ ഫുഡ് അധികം കഴിക്കാത്തതുകൊണ്ട് തന്നെ അവന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് എങ്ങനെ എപ്പം മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ തന്നെ പൊറോട്ട വീശി അടിച്ച് ഉണ്ടാക്കാനുള്ളത് എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊറോണ സമയത്താണ് എൻ്റെ അച്ഛൻ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ബിരിയാണി അവർക്ക് എത്ര അരി വെക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഏകദേശം എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അച്ഛനെ ഏൽപ്പിച്ചത്. അതിനെനിക്കിതേ പിള്ളേർ അവരുടേതായ കളി തുടങ്ങിയിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അനിയത്തീൻ്റെ കൊച്ചിനെ ഞാൻ പോയി കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചനൊരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കളിയും കുസൃതിയും പറയണ്ട, ഇവർ അങ്ങേ അറ്റമാണ് കേട്ടോ. നട്ടപ്പാതിര വരെയാണ് ഇവരുടെ കളി. അതിനിടയ്ക്ക് നമ്മുടെ ഫുഡ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ റെഡിയായി ഇതേ ഓട്ടോയിൽ പോവുകയാണ്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.